ഡൽഹിയിൽ അനധികൃത കെട്ടിടം തകർന്ന് 60 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്ഷ്മി നഗറിനടുത്ത് ലളിത പാർക്കിൽ ഇന്നലെ രാത്രിയാണ് ദുരന്തമുണ്ടായത്. മലയാളികൾ ഏറെയുള്ള പ്രദേശമാണെങ്കിലും ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ ബിനു അരവിന്ദൻ നൽകും. ബിനു, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? ഫിജി, ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 20 മുതൽ 25 ആളുകൾ വരെ ഇനിയും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് കരുതുന്നത്. ഇവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്, രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള 250 സേനാംഗങ്ങളും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ഒട്ടേറെ ഉദ്യോഗസ്ഥരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരായെത്തിയ ഒട്ടേറെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരെ അല്ലാതെ ആരെയും ഇപ്പോൾ ദുരന്തം നടന്ന എനിക്ക് പിന്നിലുള്ള ഈ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. അവിടെ ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടി തകർന്ന 5 നില കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുന്നുണ്ട്. വളരെ ദാരുണമായ ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ എല്ലാ ആളുകളെയും, ഈ രക്ഷപ്പെടുത്തിയ എല്ലാ ആളുകളെയും ലോക്നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രി ആശുപത്രിയിലേക്കും മാറ്റി. ഇപ്പോഴും 2 പേരെ, അല്പസമയം മുമ്പ് രക്ഷപ്പെടുത്തിയ 2 പേരെ, ഇവർ ജീവനോടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 2 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. നിരവധി ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും ഇവിടെ തന്നെ സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിക്കേറ്റ എല്ലാ ആളുകൾക്കും എല്ലാവിധ സഹായവും നൽകുമെന്ന് ഡൽഹി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. അതേ തുടർന്ന് ഈ കെട്ടിടത്തിന്റെ, അനധികൃതമായി നിർമ്മിച്ചത് എന്ന് ഡൽഹി സർക്കാർ പറയുന്ന ഈ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം തങ്ങി നിന്നതിനെ തുടർന്നാണ് ഈ ദുരന്തം ഉണ്ടായത്. വളരെ സമയം ഈ വെള്ളം അവിടെ തങ്ങി നിന്നതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ അടിത്തറ ദുർബലപ്പെടുകയും ഇത് മൊത്തത്തിൽ തകർന്ന് വീഴുകയുമായിരുന്നു. 5 നിലകളാണ് തകർന്ന് വീണത്. അതുകൊണ്ട് തന്നെ വളരെയധികം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നും പറയേണ്ടി വരും. ഒട്ടേറെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി പേർക്ക് 60ഓളം മരണം ഇപ്പോൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മരണസംഖ്യ ഉയരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ചില ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്.